ഒരു 3 പ്രാവശ്യം അല്ലെങ്കിൽ 2 പ്രാവശ്യം ഇങ്ങോട്ടൊന്ന് ടൈറ്റ് ചെയ്യുക. ഇതൊക്കെ തെറ്റി മാറി കഴിഞ്ഞാൽ വണ്ടിയുടെ സൈഡിൽ അലൈൻമെന്റും കാര്യങ്ങളൊക്കെ മാറിപ്പോവുകയും ചെയ്യും. നിങ്ങൾ ടൈറ്റ് ചെയ്തിട്ട് ഒരിക്കലും ലൂബും കാര്യങ്ങളൊന്നും ചെയ്യരുത്. ചെയിൻ ലൂസ് ആയി കഴിഞ്ഞാലുള്ള വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വണ്ടിയുടെ എന്ന് പറഞ്ഞാൽ ഇവിടെയാണ് ടൈറ്റ് ചെയ്യുകയും കാര്യങ്ങൾ ചെയ്യണം. NS-ന്റെ കാണിച്ചു തരാം. ഈ ഒരു പോയിന്റിലാണ് നമ്മൾ കൃത്യം ഒരു ചെറിയൊരു സ്റ്റിക്കർ ഉണ്ട്. ഹലോ ഗൈസ്, മോട്ടോ ചാൻസിന്റെ മറ്റൊരു കിടിലൻ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ബൈക്കൊക്കെ ഉപയോഗിക്കുന്നവർക്ക് വേണ്ടി ഒരു പ്രത്യേക വീഡിയോ ആണ്. കാരണം ബൈക്കൊക്കെ നമ്മൾ എപ്പോഴും വർക്ക്ഷോപ്പിൽ കൊണ്ടുപോകണം വണ്ടിയുടെ ചെയിൻ ടൈറ്റ് ചെയ്യാനൊക്കെ ആയിട്ടാണ്. അപ്പോൾ നമുക്ക് ഇന്നൊരു വീട്ടിൽ 5 അല്ലെങ്കിൽ 10 മിനിറ്റ് കൊണ്ടൊക്കെ നമുക്ക് ചെയിൻ ടൈറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ചെയിൻ ടൈറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, പിന്നെ എന്തൊക്കെ ടൂൾസ് വേണം, അങ്ങനെയൊക്കെയുള്ളതിനെ കുറിച്ചൊരു ഫുൾ വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് ചെയിൻ ടൈറ്റ് ചെയ്യാൻ പോകുന്ന ഈ ഒരു വണ്ടിയുടെ ഹോണ്ട യൂണിക്കോണിന്റെ ആണ്. നമ്മൾ ഈ ഒരു വണ്ടി സെന്റർ സ്റ്റാൻഡിലൊക്കെ കയറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയിൻ ടൈറ്റ് ചെയ്യുമ്പോൾ ജസ്റ്റ് ഒരു കാര്യം പറയാം, നിങ്ങൾ ചെയിൻ ലൂബിംഗ് ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വണ്ടി വാഷ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു സംഭവങ്ങളൊക്കെ ചെയ്യുന്ന ശേഷം മാത്രമാണ് ചെയിൻ ടൈറ്റ് ചെയ്യുള്ളൂ. കാരണം ചെയിൻ ഒക്കെ ലൂസ് ആവാൻ ചാൻസ് ഉണ്ട്. നിങ്ങൾ ടൈറ്റ് ചെയ്തിട്ട് ഒരിക്കലും ലൂബും കാര്യങ്ങളൊന്നും ചെയ്യരുത്. അപ്പോൾ നമുക്ക് എന്തൊക്കെ ടൂൾസ് വേണമെന്ന് ആദ്യം തന്നെ ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ നമുക്ക് എന്തൊക്കെ ടൂളാണ് വേണ്ടതെന്ന് ആദ്യം നോക്കാം. ആദ്യം നമുക്ക് വേണ്ട റിംഗ് സ്പാനർ വേണം. 22 റിംഗ് സ്പാനറും വേണം. പിന്നെ 15 ഒരു സാധാ സ്പാനറും വേണം. ഈ 2 സൈഡിലെ നെറ്റ് 2 ലൂസ് ആക്കാനായിട്ടാണ് ഈ 2 വീൽ നെറ്റൊക്കെ ലൂസ് ചെയ്യാനായിട്ടാണ് ഈ 2 ഉപയോഗിക്കുന്നത്. പിന്നെ എന്തൊക്കെയാണ് വേണ്ടത്? പിന്നെ ഒരു സ്പാനർ കൂടെ വേണം. 12ന്റെ സ്പാനറും വേണം. പിന്നെ ഒരു 10ന്റെ ഒരു സ്പാനറും വേണം. ഈ ലോക്ക് നെറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ലൂസ് ചെയ്യാനും പിന്നെ ടൈറ്റ് ചെയ്യാനൊക്കെ ആയിട്ടാണ്. കണ്ടല്ലോ, ഈ 2 നട്ടയിലാണ് ശരിക്കും നമ്മൾ ചെയിൻ അഡ്ജസ്റ്റ് ചെയ്യണേ. ഇത് ഇരുവശത്തും ഇല്ലടാ, 2 സൈഡിലുണ്ട്. 2 വശത്തുണ്ട്. കണ്ടല്ലോ, ഈ 2 വശത്തെ ഈക്വൽ ആയിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയാണ് ഈ ടൂൾ ഉപയോഗിക്കുന്നത്. ഈ ഒരു ടൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ലോക്ക് നെറ്റാണ് ആദ്യം ലൂസ് ചെയ്യേണ്ടത്. എന്നിട്ട് നമുക്ക് ഈ ഒരു അഡ്ജസ്റ്റ് ചെയ്യണം. എന്നിട്ട് ഈ നട്ട് ഊരി പോരാണ്ടിരിക്കാനാണ് ഈ 2ാമത് നട്ട് കൊടുത്തേക്കണേ. അല്ലാണ്ട് ഈ 2 നട്ട് കാണും. പിന്നെ ഇതൊക്കെ തെറ്റി മാറി കഴിഞ്ഞാൽ വണ്ടിയുടെ സൈഡിൽ അലൈൻമെന്റും കാര്യങ്ങളൊക്കെ മാറിപ്പോവുകയും ചെയ്യും. കണ്ടില്ല, ഇവിടെ ഒരു ലൈനും മെഷർമെന്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ 2 സൈഡിൽ ആദ്യം തന്നെ നിങ്ങൾ കൃത്യം ഈക്വൽ ആണോ നോക്കണം. ഈ ഒരു 2 വശത്തെ മെഷർമെന്റ് പക്കയാണോ ജസ്റ്റ് ആദ്യം തന്നെ നോക്കണം. അത് നോക്കിയിട്ടാണ് നിങ്ങൾ രണ്ടാമത് വണ്ടിയുടെ ചെയിൻ ടൈറ്റ് ചെയ്യാനൊക്കെ ചെയ്യാവുള്ളൂ. കാരണം ഇല്ലെങ്കിൽ അലൈൻമെന്റിൽ നല്ല രീതിക്ക് വ്യത്യാസം വരാൻ ചാൻസ് ഉണ്ട്. ഈ വണ്ടിക്ക് ഒരു ചെയിൻ കവറും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോടാ. ഈ ഒരു ചെയിൻ കവർ ഇല്ലാത്ത വണ്ടിക്കാണ് നോക്കാൻ കുറച്ചുകൂടെ എളുപ്പമാണ്. പുറത്ത് ചെയിൻ കാണാമല്ലോ. ഇത് നമുക്ക് കാണാൻ പറ്റില്ല. അപ്പൊ ഇതിനെ കാണാനായിട്ട് ഈ ഒരു ഇതുണ്ട്. ഈ ഒരു ഏരിയയിൽ ഇവിടെ ഒരു ചെറിയൊരു ബുഷ് ക്യാപ്പ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഊരി കഴിഞ്ഞിട്ട് ഇതുണ്ടല്ലോ, ഇതിനകത്തോടെയാണ് നമ്മൾ ചെയിൻ്റെ എന്തോരം ലൂസാണോ ടൈറ്റ് ആണോ എന്നുള്ള അറിയാൻ പറ്റണേ. പിന്നെ ഇതിന് വേറൊരു സംഭവം കൂടെ ഉണ്ട്. എല്ലാ വണ്ടിയിലും ഇതുപോലെ ഇതുണ്ടല്ലേ, ഫ്രീ പ്ലേ എന്ന് പറഞ്ഞോണ്ട് 35 mm. ചിലത് 35 കാണും, ചില വണ്ടിയുടെ 30 കാണും. 30 mm ആണ്. അപ്പൊ ആ ഒരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു സിംഗാർമിന്റെ ഇത്തന്ന് താഴത്തിട്ടുള്ള ചെയിന്റെ ആ ഒരു എന്തോരം ലെങ്ത് ഒക്കെയാണ്. അതാണ് ശരിക്കും ആ ഒരു ഫ്രീ പ്ലേ എന്തോരാണെന്നുള്ളതാണ് ആ ഒരു സംഭവം. അപ്പൊ നിങ്ങള് ഈ ഒരു ചെയിന്റെ ലൂസ് എന്തോരം വളരെ ലൂസ് ആയിട്ടുണ്ടെന്ന് അറിയാനായിട്ട് ഒരു എളുപ്പമാർഗം എന്ന് പറഞ്ഞാൽ ഒരു സ്കെയിൽ എടുത്തിട്ട് നമ്മുടെ ഈ ഒരു സിംഗാർമിന്ന് താഴത്തോട്ടുള്ള ഈ ഒരു ചെയിന്റെ ലെങ്ത് ഒന്ന് മെഷർ കിട്ടും, പക്കയായിട്ട് കിട്ടും. ഇപ്പൊ ഞങ്ങളിപ്പോ സ്ഥിരമായിട്ട് നമുക്ക് ചെയിൻ ടൈറ്റ് ചെയ്യാൻ അറിയാവുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ചെയിന്റെ ഈ ഒരു ഇങ്ങനെ നമുക്ക് ജസ്റ്റ് പിടിച്ചു നോക്കി അറിയാൻ പറ്റും ചെയിൻ എന്തോരം ഒരു ഫ്രീ പ്ലേ ഉണ്ടെന്ന്. അപ്പം അതിനനുസരിച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങൾ സ്ഥിരമായിട്ട് അങ്ങനെ ചെയ്താലാണ് നിങ്ങൾക്ക് ഇതിപ്പോ അറിയാൻ പാടില്ലാത്തവർക്കാണ് നമ്മൾ സ്കെയിലൊക്കെ ഉപയോഗിച്ച് ഇവിടുന്ന് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക. അങ്ങനെ ചെക്ക് ചെയ്തിട്ട് പക്കയാണെങ്കിൽ മാത്രമാണ് ചെയിൻ ടൈറ്റ് ചെയ്യാവുള്ളൂ. കാരണം പല വണ്ടിയുടെ ഈ സൈഡിൽ കൊടുത്തതാണ് ഇതുപോലത്തെ ഒരു ചെറിയൊരു സ്റ്റിക്കർ ഉണ്ട്. സ്റ്റിക്കർ കാണാം. സ്റ്റിക്കറിൽ നമുക്ക് എന്തോ ഫ്രീ പ്ലേ എന്തോരാണെന്ന് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. 35 ആണോ 30 ആണോ അങ്ങനെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെ നോക്കിയിട്ട് നിങ്ങൾ ഇവിടുന്ന് ഒരു സ്കെയിൽ വെച്ച് മെഷർ ചെയ്ത് നിങ്ങൾ ചെയ്താൽ മതി. പക്കയായിട്ട് ടൈറ്റ് ചെയ്യുക. ഇത് ചെയിൻ ഓവർ ടൈറ്റ് ആയുള്ള വിഷയം എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചെയിൻ സ്പ്രോക്കറ്റിന്റെ പല്ലുകളും കാര്യങ്ങളൊക്കെ പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. പിന്നെ വണ്ടിയുടെ ഗിയറൊക്കെ ഇടുമ്പോഴത്തേനും കുറച്ചുകൂടെ കട്ടിയും കാര്യങ്ങളൊക്കെ നമുക്ക് ഗിയറിട്ട വീഴത്തൊന്നുമില്ല. അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ വരും. പിന്നെ ചെയിൻ ലൂസ് ആയി കഴിഞ്ഞാലുള്ള വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കളയുമ്പോഴത്തേനും നമ്മൾ ലൂസായിട്ട് ഓടിച്ചു കഴിഞ്ഞാൽ ചെയിൻ ഇടയ്ക്ക് ആയിട്ട് വണ്ടി ടയർ കാര്യങ്ങളൊക്കെ ചിലത് വീഴാനൊക്കെ സൈക്കിളിൽ നിന്നൊക്കെ ചെയിൻ ചാടിപ്പോകുന്ന പോലെ ബൈക്കൊന്നും ചാടിപ്പോകും. പക്ഷെ ചിലപ്പോൾ ലോക്ക് ആയി കഴിഞ്ഞാൽ ടയർ ലോക്ക് ആയി കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ മറിഞ്ഞു വീഴുകയൊക്കെ ചെയ്യും. അതന്നെ, പണി കിട്ടാനൊക്കെ ചാൻസ് ഉണ്ട്. ഇതും ഈ ചെയിൻ കുറെ നാളായിട്ട് നമ്മൾ ടൈറ്റ് ചെയ്തില്ലെങ്കിൽ അതിന്റെ പല്ലും കാര്യങ്ങളും അതും ഒടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. എല്ലാ വണ്ടിക്കും വ്യത്യാസമുണ്ട്. ഇതിന്റെ ഈ ഒരു ചെയിൻ അഡ്ജസ്റ്റ് ചെയ്യുന്നതിന്റെ ഈ മെഷർമെന്റും കാര്യങ്ങളൊക്കെ വന്നേക്കുന്നത്. ഈ ഒരു വണ്ടിയുടെ എന്ന് പറഞ്ഞാൽ ഇവിടെയാണ് ടൈറ്റ് ചെയ്യുകയും കാര്യങ്ങൾ ചെയ്യണം. പക്ഷേ ഈ ഒരു NS-ന്റെ ലേസ് അങ്ങനെയുള്ള വണ്ടികളിലൊക്കെ വ്യത്യാസമുണ്ട്. NS-ന്റെ കാണിച്ചു തരാം. ഉണ്ടല്ലേ, ഇതിന്റെ ഇവിടെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഉണ്ടല്ലേ, ഇതിന്റെ ഈ ഒരു പോയിന്റിലാണ് നമ്മൾ കൃത്യം ഇതിന്റെ മെഷർമെന്റ് ഈക്വൽ ആയിട്ട് 2 വശത്തും വേണം. അപ്പൊ ഇത് ടൈറ്റ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് ജസ്റ്റ് ഒന്ന് തട്ടി കൊടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ കറക്റ്റ് ഒരു ലോക്കിലേക്ക് വീണ് കഴിഞ്ഞാൽ അങ്ങനെയാണ് അത് ഈ ഒരു വണ്ടി അഡ്ജസ്റ്റ് ചെയ്യണം. പിന്നെ ബുള്ളറ്റിന്റെ ജസ്റ്റ് കാണിച്ചു കൊടുക്കാല്ലേ. ഉണ്ടല്ലേ, ഈ ഒരു ബുള്ളറ്റിന്റെ വരുന്ന ഈ ഒരു ഭാഗത്താണ് NS-ന്റെ ഒക്കെ സെയിം സാധനം തന്നെ. ഉണ്ടല്ലേ, ഇതിൽ മെഷർമെന്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് അതുപോലെയൊക്കെ തന്നെയാണ് അഡ്ജസ്റ്റ് ചെയ്യണേ. അപ്പൊ നമുക്ക് ഇനി ഈ ഒരു വണ്ടി അഡ്ജസ്റ്റ് കാണിച്ചു കൊടുക്കാല്ലേ. ഇനി നമുക്ക് പരിപാടി തുടങ്ങിയേക്കാം. ഈ ഒരു വണ്ടിയുടെ ചെയിൻ ഒത്തിരി ലൂസും കാര്യങ്ങളൊന്നുമില്ല, കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യാനുള്ളൂ. അപ്പൊ നമ്മളിപ്പോ ഈ വീഡിയോയിൽ കാണിക്കണമെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒന്ന് മനസ്സിലാവാനൊക്കെ ആയിട്ടാണ്. ഓക്കെ, അപ്പൊ നമുക്ക് പരിപാടി തുടങ്ങിയേക്കാം. ജസ്റ്റ് ഒന്ന് ഈ ആദ്യം തന്നെ ഈ ഒരു ടയറിന്റെ നട്ടാണ്, ബാക്ക് വീലിന്റെ നട്ടാണ് നമ്മൾ ലൂസ് ചെയ്യാൻ പോണേ.
ടയറിനായിട്ട് ലൂസാക്കിയിട്ടുണ്ടല്ലോ. ഒരു റിംഗ് സ്പാനർ എന്തായാലും മസ്റ്റ് ആട്ടോ, കാരണം ഈ ഒരു ഗ്യാപ്പിലൂടെ കയറാനൊക്കെ ആയിട്ടാണ് റിംഗ് സ്പാനർ വരുന്നത്. ഇത് ഫുള്ളായിട്ട് ലൂസാക്കിയിട്ടുണ്ട്. നമുക്ക് ഈ സാധനം ചെയിനൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഈ ലോക്ക് നട്ട് ആദ്യമേ ഒന്ന് ലൂസാക്കി കൊടുക്കുക. എന്നിട്ടില്ല അപ്പുറത്തൊരു സ്പാനർ ഇട്ടിട്ട് 12 സ്പാനർ ഇട്ടിട്ട് ഇപ്പുറത്ത് റിംഗ് സ്പാനർ ഇട്ട് ജസ്റ്റ് ലൂസാക്കി കൊടുക്കുക. 10 സ്പാനർ ഇട്ട് ലൂസാക്കി കൊടുക്കുക. എന്നിട്ട് 2 വശത്തെ ലൂസാക്കണം കേട്ടോ. ഈ ഒരു വശത്തെ നമ്മൾ ലൂസാക്കണം, അതുപോലെ തന്നെ ഈ ഒരു വശത്തെ ലൂസാക്കണം, പിന്നെ ഈ ഒരു വശത്തെ ലൂസാക്കണം. എന്നിട്ട് ഒപ്പം ഇവിടുന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. മനസ്സിലെ ജസ്റ്റ് ടൈറ്റ് ചെയ്ത് കൊടുക്കുവാണ്. ഇത് ടൈറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ വേറെ കൂടെ എളുപ്പമാർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ടൈറ്റ് ചെയ്യുമ്പോൾ നമ്മളിവിടെ നോക്കിയിട്ട് ഈ ഒരു സ്പാനർ കയറിയിട്ട് ഒന്ന് ഒരു 3 പ്രാവശ്യം അല്ലെങ്കിൽ 2 പ്രാവശ്യം ഇങ്ങോട്ടൊന്ന് ടൈറ്റ് ചെയ്യുക. ഒരേപോലെ തന്നെ അതേപോലെ ഒരു 1/4 ഭാഗം വെച്ച് ജസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്യുക, വീണ്ടും അതുപോലെ ടൈറ്റ് ചെയ്യുക. എന്നിട്ട് ആ ഒരു സെയിം പ്രോസസ്സ് തന്നെ അപ്പുറ സൈഡ് റിപ്പീറ്റ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾ മറ്റേ ആ ഒരു മെഷറും കാര്യങ്ങളും കൃത്യമാണെന്ന് ജസ്റ്റ് നോക്കണം കേട്ടോ. ഇതുണ്ടല്ലേ, ഇതുപോലെ തന്നെ സെയിം ആയിട്ട് അപ്പുറം ചെയ്തപോലെ 2 തവണ ഈ ഒരു ഭാഗത്തും ടൈറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ വേണമെങ്കിൽ നമ്മൾ ഈ സൈഡിൽ നോക്കിയാൽ മതി. ഈ ഒരു ഇതുണ്ടല്ലോ, ഈ ഒരു പോയിന്റ് കാര്യങ്ങൾ നോക്കിയാൽ മതി, നമുക്ക് കറക്റ്റ് മനസ്സിലാകും. കുറച്ച് ടൈറ്റ് കൂടുതലായിട്ടും തോന്നും. ഇരുവശങ്ങളിലും കൃത്യമാണെന്ന് ജസ്റ്റ് ഒന്ന് ഇടയ്ക്ക് ചെക്ക് ചെയ്യുക. ഇതിൽ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ വണ്ടിയുടെ അലൈൻമെൻറ്റും കാര്യങ്ങളൊക്കെ മാറിപ്പോവും. ടയറൊക്കെ ഒരു സൈഡിലോട്ടൊക്കെ തിരിഞ്ഞിരിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ 2 വശം ഒരേപോലെ ടൈറ്റ് ചെയ്ത് ഈ ഒരു മെഷറിങ്ങിൻ്റെ കാര്യങ്ങൾ പക്കയാണ്, ഈ ഒരു തലക്കുള്ള ജസ്റ്റ് ഈക്വൽ ആണെന്ന് നമ്മൾ ചെക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ ഈ ഒരു ചെയിൻ ജസ്റ്റ് നമ്മൾ ഓവർ ടൈറ്റ് ആയിട്ടോ ഇല്ലെന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യണം. ഇതിപ്പം ചെയിൻ ഇപ്പോൾ അത്യാവശ്യം കുറച്ച് നന്നായിട്ട് ടൈറ്റ് ആയിട്ടുണ്ട്. ഒരു കുറച്ചുകൂടി പ്ലേ വേണം ചെയിന്. അപ്പം കുറച്ചുകൂടി നമ്മൾ ലൂസ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മൾ വീണ്ടും ചെയിൻ കുറച്ചുകൂടി ലൂസാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ചെയിൻ പക്കയാണ്. ഇനി നമ്മൾ ആ ഒരു ലോക്കിനായിട്ട് പഴയപടി തന്നെ ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ 2 വശത്തെ ഈ ഒരു മെഷർമെൻറ്റും കാര്യങ്ങളും കൃത്യമാണെന്ന് എപ്പോൾ തന്നെ ശ്രദ്ധിക്കണം കേട്ടോ. എല്ലാ മെഷർമെൻറ്റും കാര്യങ്ങളും പക്കയാണ്. അപ്പം ഇനി നമ്മൾ ആ ലോക്കിനിട്ടിട്ട് പഴയപടി തന്നെ ടൈറ്റ് ചെയ്തിട്ട് വീലിനിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ 2 സൈഡിലെ വീലിനിട്ടും കാര്യങ്ങളൊക്കെ നമ്മൾ ഇനി ടൈറ്റ് ചെയ്ത് കൊടുക്കാനുള്ളൂ. നമ്മൾ ഈ സൈഡിൽ ഈ അഡ്ജസ്റ്റ് ചെയ്യണ ഇതിലൊക്കെ നമുക്ക് ഫുള്ളായിട്ട് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ലോക്കിനിട്ടും കാര്യങ്ങളൊക്കെ പക്കയായിട്ട് ഫുള്ളായിട്ട് ടൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ആ പഴയപടി തന്നെ വീലിനിട്ടും കാര്യങ്ങളും ടൈറ്റ് ചെയ്യാൻ പോവാണ്. വീലിനായിട്ട് ടൈറ്റ് ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ പരിപാടി തീരുവാണ്. അപ്പോൾ നമ്മൾ ചെയിൻ ടൈറ്റ് ചെയ്യുന്നതിനെ കുറിച്ച് കംപ്ലീറ്റ് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതിനെ കൂടുതൽ എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ആണ്, ഞങ്ങൾ അതിൻ്റെ ഡൗട്ടും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യുന്നതാണ്. പിന്നെ ഈ ചെയിൻ ടൈറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതൊക്കെ പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ ചെയിൻ ടൈറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുന്നത് ഈ 20 വശത്തെ മെഷർമെൻറ്റ് കാര്യങ്ങളൊക്കെ പക്കയായിട്ട് നോക്കുക. പിന്നെ ഓവർ ടൈറ്റ് ആണ്ട് അത് 2 വശത്തെ ഈക്വലി ടൈറ്റ് ചെയ്യുക. ഇല്ലെങ്കിൽ വിഷയം എന്ന് പറഞ്ഞാൽ വണ്ടിയുടെ അലൈൻമെൻറ്റും കാര്യങ്ങളൊക്കെ മാറിപ്പോകും. അങ്ങനെ മാറിപ്പോയി കഴിഞ്ഞാൽ ഞങ്ങളുടെ വണ്ടിയുടെ ടയറൊക്കെ വെട്ടി തെയ്യും. സൈഡിലോട്ട് വണ്ടി പിടിക്കുകയോ ചെയ്യും. ഒരു സൈഡിലോട്ട് ഇങ്ങനെ ചെരിഞ്ഞൊക്കെ പോകാനുള്ള ചാൻസ്. അതായത് നിങ്ങൾ ഇങ്ങോട്ട് പിടിക്കും വണ്ടിയിൽ ഇപ്പോൾ അങ്ങോട്ട് പോയെന്ന് വരാം. പിന്നെ നിങ്ങളുടെ ചെയിൻ അധികം ലൂസായി പോയി കഴിഞ്ഞാൽ ചെയിനൊക്കെ വഴിയിൽ വെച്ച് ചാടിപ്പോകാനൊക്കെ ചാൻസ് ഉണ്ട്. പിന്നെ ചെയിൻ ചാടി പോകുന്നതിനും പിന്നെ ചെയിൻ്റെ ആ പല്ലും കാര്യങ്ങളൊക്കെ വേഗം തന്നെ തേയ്മാനമൊക്കെ ഉണ്ടായി തീരാൻ ചാൻസ് കൂടുതലാണ്. അപ്പം ഈ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക. ഞങ്ങൾ പറഞ്ഞ പോലെ തന്നെ പക്കയായിട്ട് ചെയ്ത ഒരു വിഷയങ്ങളും കാര്യങ്ങളൊന്നും വരത്തില്ല. സോ ഞങ്ങളുടെ വീഡിയോ എന്തായാലും മൈൻഡ് അപ്പ് ചെയ്യുകയാണ്. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു ചീപ്പ് റേറ്റ് ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.